ഡയമണ്ട് കിട കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. എല്ലാം കിഴിക്കാത്തുണ്ട്. കീഴിലേക്ക് പോവാം. ടൈലോ നീ തന്നെയാണ്, ഇവൻ തന്നെയാണ്. അതിന് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലത്തെ കിഴി എപ്പിസോഡ് ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ഇട്ടു, നിങ്ങൾ ചളി ഒഴിവാക്കിയിട്ട് സീരിയസ് ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ തീരുമാനിക്കുന്നു, ഞാൻ ശപഥം ചെയ്യുന്നു, ഇന്ന് ചളി ഒഴിവാക്കിയിട്ട് സീരിയസ് ആവും. സീരിയസ് ചിരിപ്പിക്കല്ലേ? സീരിയസ് ആവല്ലേ? ഉടൻ ഓ ഇനി തുറന്ന് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ച കിട്ടുമല്ലോ കേട്ടോ. ഒരു ആക്ഷൻ ഉണ്ടാവും, ഞാൻ സീരിയസ് തന്നെ ആയിരിക്കും. ഉടൻ സിനിമയുടെ ട്രെയിലർ വരുന്നു ഇന്ന് 5 മണിക്ക്. OTT ട്രെയിലർ. യെസ്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിലീസ് ഡേറ്റ്, അതായത് OTT റിലീസ് എന്നാണെന്നുള്ള അനൗൺസ്മെന്റ് ഒക്കെ അതിലുണ്ടാവും കേട്ടോ. കുറെ നാളുകളായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് OTT വരാൻ വേണ്ടിയിട്ട്. ധ്യാൻ ശ്രീനിവാസനും ഇന്ദ്രൻസും പിന്നെ ദുർഗാകൃഷ്ണയും ഇവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത സിനിമ. ശരി വരുന്നില്ല? ഇല്ല, ഞാൻ സീരിയസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം എന്നെ പിടിച്ചാൽ കിട്ടൂല. നീ എത്ര കോമഡി ചെയ്തിട്ടും കാര്യം. അടുത്ത കിഴി പാൻ വേൾഡ് ഐറ്റം ഹനുമാൻ. ഇത് അവർ തന്നെ പറഞ്ഞോ പാൻ വേൾഡ് എന്ന്. ഹനുമാൻ സിനിമയുടെ റിലീസ് ഡേറ്റ് ഒഫീഷ്യലി വന്നിട്ടുണ്ട് ജനുവരി 12-ന്. ഓക്കെ, പ്രശാന്ത് വർമ്മയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. അതിൻ്റെ ട്രെയിലറും ടീസറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മോശമില്ല. ട്രെയിലർ കുറച്ച് നിരാശപ്പെടുത്തി, ടീസർ വേറെ ലെവലായിരുന്നു. ഇപ്പോൾ ജനുവരി 12-ന് ഏതൊക്കെ സിനിമകളാണ്? അപ്പോൾ ഗുണ്ടൂർക്കാരൻ, ഹനുമാൻ, അയലാൻ, ക്യാപ്റ്റൻ മില്ലൻ. അയ്യോ, അടുത്തത് ക്യാപ്റ്റൻ മില്ലറൊക്കെ വേറെ ലെവലായിരിക്കും. തൃഷ നെക്സ്റ്റ് മൂവി ദ ബുൾ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയാണ്. സൽമാൻ ഖാനാണ് നായകനായിട്ട് വരുന്നത്. സംവിധാനം ചെയ്യുന്നത് വിഷ്ണുവർദ്ധനാണ്. പിടിച്ചാൽ കിട്ടുന്നില്ലല്ലോ. പിന്നല്ല, വേറെ ലെവലല്ലേ? വേറെ ലെവൽ. എവിടെ? എല്ലായിടത്തും ഉണ്ട്. മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്, ഹിന്ദിയിലുണ്ട്, തെലുങ്കിലുണ്ട്. ഇപ്പോഴാണ് തൃശ്ശേന്റെ ഒരു ടൈം എന്ന് എനിക്ക് പീക്ക് ലെവലാ. ഒരു രക്ഷയില്ല. കറക്റ്റ്. അത് ചെയ്യുന്ന ക്യാരക്ടറുകളൊക്കെ ഗംഭീരമാണ്. അതെ, അതും വലിയ സ്റ്റാറുകളുടെ കൂടെ. PS1 ആണ് അതിന് കാരണം തോന്നുന്നു. അതിൽ ആ ഒരു സൗന്ദര്യം അതെല്ലാവരുടെയും മനസ്സിനെ പിടിച്ച് കുലുക്കി. അയ്യോ, ആദ്യം എന്താ വലിയ സത്യം ചെയ്തായിരുന്നു. ഇത് ചളിയല്ലല്ലോ, ഇത് വളരെ സത്യം. ചളിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതേപോലെ എല്ലാവർക്കും തോന്നും. ഇത് ചളി പറയുന്നത് സീരിയസ് ആണെന്ന് പറഞ്ഞാൽ സീരിയസ് ആയിരിക്കും. ഇത് സീരിയസ് അല്ലേ? PS1 നമ്മുടെ തൃശ അങ്ങനെ പറയണം. അത് ഞാൻ പറയുമ്പോ കോമഡി ആയി മാറുന്നു. അതാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ തൃശ എന്ത് സൗന്ദര്യം ഉണ്ടായിരുന്നു PS1, അതുകൊണ്ടായിരിക്കാം ഇത്രയും ക്യാരക്ടർ ഇനിയും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞില്ലേ? അതിനവിടെ കിടന്നിട്ട് ഇങ്ങനെ കാണിക്കണം. ഓക്കെ, മാരുതി സംവിധാനം ചെയ്യുന്ന സിനിമ. ശരിയാണല്ലോ, മാരുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അതായത് നമ്മുടെ റബൽ സ്റ്റാർ പ്രഭാസിന്റെ നെക്സ്റ്റ് മൂവി. സിനിമയുടെ ഫസ്റ്റ് ലുക്കും ടൈറ്റിലും പൊങ്കലിന് വരും. അതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതേ അല്ലേ, എനിക്ക് പറ്റൂടാന്നില്ലേ? പക്ഷെ എനിക്ക് പറ്റൂല, എനിക്ക് സിനിമ പറ്റൂല. അയ്യോ അയ്യ. അടുത്തത് ഞാൻ തന്നെ എത്ര കടിച്ചു പിടിച്ചിട്ടാ അറിയോ ഓരോന്ന് പറഞ്ഞോട്. കടിച്ചു പിടിച്ചോ? അടുത്തത് നന്നായിട്ടുണ്ട്. ഗുണ്ടൂർ ഖാനം സിനിമയുടെ ട്രെയിലർ ജനുവരി 6-ാം തീയതി വരുന്നു. ഓക്കെ, സിനിമ റിലീസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി 12-നാണ്. അതെ, ഡിസംബർ 30-ന്, അതായത് നാളെ ഒരു സോങ്ങും വരുന്നുണ്ട്. അതെ, അതിന്റെ പ്രൊമോ വീഡിയോ ഇന്ന് വന്നിട്ടുണ്ട്. എത്ര സോങ് അല്ലേ? എത്ര എണ്ണായി? ഇത് തന്നെ 3-ാമത്തെയോ അങ്ങനെ. ഓക്കെ, അടുത്ത കിഴി ല്ലേ? ഞാനതേ എന്നോട് പറയാനുള്ളത്. എങ്ങനെ എങ്ങനെ കടന്നൊരു മോന്തയ്ക്ക് നോക്കട്ടെ. സലാർ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് റൂമറുകൾ വരുന്നു. ഇത് തെറ്റാണ് ശരിയാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും വന്നിട്ടുണ്ട്. എന്നാ അറിയോ? ജനുവരി 12 പൊങ്കലിന് നെറ്റ്ഫ്ലിക്സിൽ. അത് മിക്കവാറും കറക്റ്റ് ആയിരിക്കും കേട്ടോ. വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഒരുപാട് വെച്ചോണ്ടിരിക്കണ്ടാന്ന്. അതെ, അല്ല, അത് വെച്ചോണ്ടിരുന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് അവർക്ക് മനസ്സിലായി. ഒരുപാട് വെച്ചോണ്ടിരിക്കുന്ന അല്ലെ, ഒരുപാട് വെച്ചോണ്ടിരിക്കും. ഇനി കേൾക്കാൻ അല്ല ചെയ്യുന്നു എടുത്തോന്ന്. അത് സത്യം. അടുത്തത് ഞാൻ എത്ര സീരിയസ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചോ?
ഞാൻ എത്രയൊക്കെ എങ്ങനെയൊക്കെ മെനക്കെടുന്നുണ്ട് ഇവിടെ സീരിയസ് ആകാൻ വേണ്ടിയിട്ട്. ഞാനത് സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ. അല്ല അധികം വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലല്ലോ, ചെയ്യൂലേ, ചീഞ്ഞ് നാറും. അടുത്തത് ഭ്രമയുഗം സിനിമയുടെ റിലീസ് ഫെബ്രുവരി 15 ശ്രമിക്കുന്നുണ്ടെന്നുള്ള റൂമറുകൾ കേൾക്കുന്നു. ഫെബ്രുവരി 15. അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് ഇടപെട്ട് ഫാസ്റ്റ് ആക്കണോ അതോ ആ ടൈമിൽ തന്നെ മതിയോ? അത് മതി, 15 മതി. എന്നാണെങ്കിൽ 8 യാത്ര വരുന്നത്, യാത്ര 2 വരുന്നത്, 15 ഭ്രമയുഗം. കുഴപ്പമില്ല. ഓക്കെ. അടുത്ത കിഴി എബ്രഹാം മോസ്ലർ. നമുക്ക് കൊണ്ടുവരാം മമ്മൂട്ടിന്റെ കിഴി. ആയിക്കോട്ടെ. എബ്രഹാം മോസ്ലർ സിനിമയുടെ സ്റ്റിൽസ് വന്നിട്ടുണ്ട്, ലൊക്കേഷൻ സ്റ്റില്ലേ. ഇത് കണ്ടിട്ട് മറ്റേ അനശ്വര നമ്മുടെ മിഥുൻ്റെ കൂടെ നിൽക്കുന്നതേ, ഇതൊരു പഴയ കാലഘട്ടത്തിലുള്ള ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലാഷ് ബാക്ക് തന്നെ, അനശ്വര ഫ്ലാഷ് ബാക്കിൽ ഉറപ്പിച്ച്. അടുത്തത് ദളപതി വിജയ് ന്യൂ ലുക്ക്. നമ്മുടെ വിജയകാന്ത് മരിച്ചിട്ടുണ്ടായിരുന്നു. മരിച്ച ചടങ്ങിന് ചെന്നപ്പോൾ ഉണ്ടായിരുന്ന പിക്കുകളാണ് കേട്ടോ. ഫുൾ ക്ലീൻ ഷേവിൽ. എന്തായാലും വിജയകാന്ത് ഒരു വലിയ ഒരു എന്താ പറയുക ക്യാപ്റ്റനാണ്, നമ്മുടെ തമിഴ്നാടിൻ്റെ ക്യാപ്റ്റൻ. ആള് നല്ലൊരു നടനായിരുന്നു, നല്ലൊരു രാഷ്ട്രീയ നേതാവായിരുന്നു, വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. എന്തായാലും ആള് നമ്മളോട് വിട പറഞ്ഞു. അപ്പോൾ റെസ്റ്റ് ഇൻ പീസ്. ഓക്കെ. അപ്പോൾ എന്തായാലും ദളപതി വിജയ് അവിടെ വന്നപ്പോൾ എടുത്ത കുറച്ച് സ്റ്റിൽസാണ് പുറത്തു വന്നതാണ്. ഒരു പ്രത്യേകതരം ലുക്ക്, ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഡി ഏജിങ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് ഏജ് കുറച്ചിട്ടുള്ള ഒരു ലുക്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. കൊള്ളാം. ഓക്കെ. അടുത്ത കിഴി കൽക്കി. നമ്മുടെ പ്രഭാസ് നിന്റെ കൂടെയാണല്ലോ. സലാറ്, മാധുരിയുടെ സിനിമ, പിന്നെ കൽക്കി പൊളിക്കും മോനെ. നാഗാഷിനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്തായാലും പ്രശാന്തിയില് എല്ലാത്തിനും ഇതൊക്കെ തന്നെ നന്നായ മതിയായിരുന്നു. ഞാൻ കഴിഞ്ഞു, ഇനി അതിനകത്തൊന്നും ഞാനില്ല, ഒന്നും പറയാനില്ല. ഓക്കെ. എന്തായാലും കൽക്കി ഡയറക്ടർ നാഗഷിൻ, അതായത് ടെക് ഫെസ്റ്റ് 2023 IIT ബോംബെയിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ ഒരു കോൺവെർസേഷൻ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് 2 മണിക്ക് അല്ലേ? അപ്പോൾ അതിൻ്റെ ഇന്ന് ഉച്ചക്ക്. അപ്പോൾ മിക്കവാറും നമ്മുടെ കീഴ് എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ടാവും. നടത്തിയിരുന്നു. സിമ്പിൾ. പരിഹാരമില്ലാത്ത എന്ത് പ്രശ്നം ഈ ലോകത്തുള്ളത്? അതെ, അതിന് കുറച്ച് ബുദ്ധി കൂടി വേണം. നിന്നെ പോലെ നമ്മൾ പാവപ്പെട്ട ബുദ്ധി ഇല്ലാത്തവർ. നീ ഇങ്ങനെ സ്വയം താഴല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. താഴെ അങ്ങനെ ഉദ്ദേശിച്ച് പിന്നെ സ്വയം സത്യം വിളിച്ച് പറയലേ എന്ന് പറയുന്ന പോലെ. അടുത്തത് അതായിരുന്നു ബെറ്റർ. മലൈക്കോട്ടെ വാലിബൻ സിനിമയുടെ ഒഫീഷ്യൽ സോങ് ഇന്ന് വരുന്നുണ്ട് കേട്ടോ, 6 മണിക്ക്. യെസ്, പാടിയിരിക്കുന്നത് ലാലേട്ടൻ. സംഭവം പൊളികം. അല്ലളിയാ, ഈ പോസ്റ്റർ കണ്ടപ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമായി. ഇതിനു മുൻപ് അവര് ഒരു പോസ്റ്റർ പുറത്തോട്ടുണ്ടായിരുന്നില്ലേ, സെന്ററിൽ ഇരിക്കുന്നത്, അത് ഈ സോങ്ങിലേതാണ് ആണെന്ന് തോന്നുന്നു. മറ്റതൊക്കെ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പറയാൻ പറ്റില്ല. അത് മാത്രല്ല, ആള് ഏതാണ്ട് ഇങ്ങനത്തെ ഒരുപാട് സീനുകൾ ഉണ്ടെങ്കിലും ഒന്നും ഉറപ്പിക്കാൻ അത് ശരിയാണ്. ഓക്കെ. എന്തായാലും അടുത്ത കിഴി എന്താ എവിടുന്ന് ഒരു സൗണ്ട് ഒക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ. നേര് സിനിമയുടെ കളക്ഷൻ ഇന്നലത്തെ കിഴി എപ്പിസോഡിൽ അത് ലെയർ മാറിയിട്ട് താഴെ പോയായിരുന്നു. നേരായിട്ട് നാട്ടുകാർ പറയും ഇന്ന് കാണിക്കുന്നില്ല, പറയാം. 7 ദിവസത്തെ കളക്ഷൻ. കേരള ഗ്രോസ് 21.85 CR. റെസ്റ്റ് ഓഫ് ഇന്ത്യ 70 ലക്ഷം. ടോട്ടൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ 2.75 CR. അതായത് പലതും കൂട്ടിയിട്ട് കേട്ടോ, തമിഴ്നാട് അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട്. പിന്നെ ഓവർസീസ് 18.7 CR. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് 43.35 CR. 7 ദിവസം കൊണ്ട്. 10 ദിവസം കൊണ്ട് ഞങ്ങൾ 50 കോടി കടന്നിരിക്കും. അതിന് 10 ദിവസം വേണോ? പിന്നെ 3 ദിവസം കൂടി വേണ്ടി വരും. 43 അല്ലേ ആയിട്ടുള്ളൂ. 3 ദിവസം ഒന്നും വേണ്ടോ? ഇപ്പൊ എത്ര? 43 ആണോ? ഒരു എന്തായാലും 3 ദിവസം വേണ്ടി വരും. ഇന്നിപ്പം 8ാമത്തെ ദിവസമായില്ലേ?
ഇപ്പൊ 8ാമത്തെ ദിവസമായില്ലേ, ആ, അത് ശരിയാ. 2 ദിവസമല്ലേ ഉള്ളൂ. അത് ശരിയാ. നമ്മളിപ്പോ കൊടുത്തിരിക്കുന്ന 7ാമത്തെ ദിവസം. 7ാമത്തെ ദിവസത്തെയാണ്. 3 ദിവസം എന്തായാലും വേണ്ടി വരും. ഓക്കെ. എന്താണെങ്കിലും 50 കോടി 10 ദിവസം കൊണ്ട് അതെ, തകർക്കും. സിമ്പിൾ, പുഷ്പം പോലെ. ഇതൊക്കെ എന്ത് നിസ്സാരം. അതാണ് ആ കറക്റ്റ് ആ ഡയലോഗ് പറയേണ്ട സമയമാണ്. അതെ, നിസ്സാരം. അടുത്തത് ഓക്കെ. മലയാളി ഫ്രം ഇന്ത്യ. പിന്നെ ഇയാൾക്ക് വായിച്ചിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്താ മതി. ലാഗാക്കരുത്. വായിച്ചു കഴിഞ്ഞിങ്ങനെ ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡ് സീരിയസ് ആവാൻ പറഞ്ഞപ്പോ ഇത്രക്ക് സീരിയസ് ആവാൻ പാടുണ്ടോ? ആണല്ലേ. അപ്പൊ ഇന്നലെ ഒരെണ്ണം സീരിയസ് ആയിരുന്നല്ലോ, സലാറിന്റെ പേരും പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് അവിടെ നിന്നല്ലോ, സ്റ്റെക്ക് ആയിരുന്നല്ലോ. അത് ശരിയാണ്. അത് ആറ്റിറ്റ്യൂഡ് അല്ലായിരുന്നു. അത് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു, അത് സീരിയസ് ആയിരുന്നില്ല. ഞാൻ ഒരിക്കലും സീരിയസ് ആവില്ല. പറഞ്ഞു എന്താണെങ്കിലും സിനിമയുടെ ഒരു കോമിക്, നീ എന്തിനാ അവരോട് ചീത്ത അറിയുന്നത്? കോമിക് ഡിസൈൻ എന്തായാലും സിനിമയുടെ ഞാൻ നിന്നോടുള്ള കലിപ്പ് അറിയാണ്ട് പുറത്തു വന്നു പോയത്. പോട്ടെ, വിറ്റാ പാവല്ല. എന്തായാലും ഇവനല്ല ഞാൻ, എന്നെ കൊണ്ട് ഇത് പറയാൻ സംഭവിക്കും. മലയാളി ഫ്രം ഇന്ത്യ സിനിമയുടെ ഒരു കോമിക് ഡിസൈൻ പോസ്റ്റർ. അതെ, അതായത് ഇവര് പുറത്തുവിട്ട ആ ഒരു പ്രോമോ അല്ലേ, അതിന്റെ കോമിക് ഡിസൈൻ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതിവിടെ ഇങ്ങനെ കാണിക്കണം. നീ ഇവിടെ കാണിക്കാന്ന് പറഞ്ഞത് ഈ 2 കൈ മാത്രമാവരുത്, കാണിച്ചു കൊടുക്കണം. ലെയർ മാറുന്നതാണ്, കട്ട് ചെയ്യുമ്പോ ലെയർ പിന്നിലോട്ട്. ഒരാൾ കമന്റ് ഇട്ട് എന്നോട്, ചേട്ടാ കാണിക്കാന്ന് പറഞ്ഞിട്ട് ആ കൈ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇല്ലാതെ. അവര് സൂം ചെയ്ത് കയ്യിലൊക്കെ നോക്കിണ്ടാവും. എന്തായാലും സോറി. എന്തായാലും ഇനി ഇങ്ങനത്തെ തെറ്റ് വരുത്തിയാ ഇല്ല. ഇപ്പൊ ഇതിനകത്ത് കണ്ട സീരിയസ് ഒന്നും ആയിരിക്കും. വരുത്തുന്നല്ല, വന്നു പോകുന്നതാണ്, വരുത്താറില്ല ഒരു തെറ്റും. കുറച്ച് അടക്കം ഒതുക്കമൊക്കെ വേണം. ഇത് കിടന്നിട്ട് മറ്റേ പൊട്ടിത്തെറി പിള്ളേരെ പോലെയാണ്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഇതൊന്നും ശരിയാവൂല. നമുക്ക് കുറച്ച് അച്ചടക്കവും ആത്മാഭിമാനം അന്തസ്സും ഇനി എന്താ എല്ലാം എല്ലായിടത്തോ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യും. ഇതൊക്കെ വേണം, ആവശ്യത്തിന് വേണം. ഇല്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും പലതും മിസ്സായി പോകും. അപ്പൊ എനിക്കാവാം മിസ്സാക്കാൻ വേണ്ടി വീണ്ടും ഇറങ്ങണോ? വീണ്ടും മിസ്സാക്കാൻ വേണ്ടി ഇപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ? ഇങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ സംഭവിക്കാം. ഇങ്ങനെയുള്ള ഒരുത്തനോടാണ് നിങ്ങൾ പറയുന്നത് ചളി ഒഴിവാക്കിയിട്ട് സീരിയസ് ആയിട്ടുള്ളത് ചെയ്യണമെന്ന്. നടന്നത് തന്നെ എത്രയോ കാലങ്ങളായിട്ട് നമ്മളിത് കേട്ടോണ്ടിരിക്കുന്നത്. നമ്മളും ശ്രമിക്കാറുണ്ട്, മാറ്റാൻ പറ്റണ്ടേ, സ്വാഭാവികമായിട്ട് വന്നു പോകുന്നതാണ്. എന്താണെങ്കിലും ഈ എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.